കേരളം ലഹരി മുക്തമാവുകയാണോ? പോലീസും ഗവൺമെന്റും ലഹരി വേട്ടയ്ക്ക് പുറകിലാണ്. ദിവസം തോറും വാഹനങ്ങളിലും വീടുകൾക്ക് തോറും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിലുമെല്ലാം വേട്ട നടത്തിക്കൊണ്ട് ഇന്ന് പോലീസ് വന്നിട്ട് തന്റെ പ്രയാണം തുടരുകയാണ്. അപ്പോൾ കേരളം ഈ ലഹരിയിൽ നിന്നും മോചിതമാകുമോ എന്നാണ് ഇന്ന് നമ്മൾ ഹോട്ട് പോയിന്റിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുൻ പോലീസ് ഓഫീസർ തോമസ് ഐസക് നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ സാമൂഹ്യ പ്രവർത്തകൻ രാജേഷ് കുനിയിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ആദ്യം നമുക്ക് രാജേഷിലേക്ക് തന്നെ പോകാം. രാജേഷ്, നിങ്ങൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ലഹരിക്കെതിരെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ പോലീസും ഗവൺമെന്റും ചെയ്യുന്ന ഈ നടപടി ഇങ്ങനെ സ്വീകാര്യമാണോ? ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒരിക്കലും ഫലപ്രദമല്ല. ദിവസം നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഏത് പത്രത്തിലാണ് ഒരു ദിവസം ലഹരി വേട്ട, അവിടെ ഒരാളെ വെട്ടിക്കൊന്നു, ഇവിടെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു, ഇതാണ് എത്ര ന്യൂസുകളാണ് ദിനം പ്രതി നമ്മൾ കണ്ടത്. രാജേഷ്, ഞാൻ അടിപൊളിയാണ്. ഇതിന് നമ്മൾ എങ്ങനെ പോലീസിനെ കുറ്റക്കാരാകും? കാരണം പോലീസ് ഇന്ന് രാത്രിയും പകലുമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ലഹരി പോലീസിന് ഡിപ്പാർട്ട്മെന്റിന് മൊത്തം കുറ്റം പറയേണ്ട ഒരു അവസ്ഥയിലാണ്. ദിനം പ്രതി നമ്മൾ അവിടെ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു, ഇവിടെ കോടികൾ മയക്കുമരുന്ന് പിടിച്ചു. എന്താണ്, എവിടെയാണ് ഇവിടെ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇതിൽ തോമസ് ഐസക് സാർ എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് സുദീർഘമായ സർവീസിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് കേസുകൾ തെളിയിച്ച് ഒരുപാട് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്നുള്ളത് ചോദിക്കുകയാണ്. അതെ, എനിക്ക് കുറച്ച് സമയം തരണം. കാരണം ഇനി പോലീസിനെ അടിച്ചാക്ഷേപിക്കുന്നത് അത്ര ശരിയല്ല. കാരണം ഇന്ന് പോലീസിന്റെ നടപടി തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. എന്താണ് സംശയം? തോമസ് ഐസക്, ഒരു നിമിഷം തോമസ് ഐസക്, ഇപ്പോൾ നമ്മുടെ രാജേഷ് കുനിയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ദിനംതോറും വന്ന് പിടിക്കുന്നെന്ന് പറയുമ്പോഴും ഇത് പിടിക്കുന്ന ചെറിയൊരു തോതല്ലേ? അപ്പൊ ഇതിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടെത്താത്തത്? ഇത് വലിയ ഒരു മേഖലയാണ്. വലിയൊരു മാഫിയ സംഘം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഇവിടുത്തെ എല്ലാ കേരളീയർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ജനങ്ങളും ഒന്നിച്ചു നിന്നാലേ ഇതിനെ ലഹരി മുക്തമാക്കാൻ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിന് കണ്ടു കഴിയാത്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. സംഭവം ശരിയാണ്. സംഭവം നിങ്ങളുടെ സപ്പോർട്ടോട് തന്നെയാണ് ആയിരിക്കാം, അതിന് യാതൊരു സംശയമില്ല. അതെ ഞാൻ പറഞ്ഞിരുന്നത് നാട്ടിലെ ചില പ്രമുഖരുടെ സ്വാധീനം മറ്റു പല തലങ്ങളിലും സപ്പോർട്ട് നടക്കുന്നുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അത് സന്ദർഭോചിതമായി നമ്മൾ വിസ്മരിച്ചുകൂടാ. അത് തന്നെയാണ് പറയുന്നത്. ദിനം പ്രതി കോടികളുടെ മയക്കുമരുന്നാണ് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഈ മിനിഞ്ഞാന്ന് തന്നെ 75 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചില്ലേ? യെസ് മിസ്റ്റർ തോമസ്, വളരെ പ്രസക്തമായ ഒരു പോയിന്റാണത്. എങ്ങനെയാണ് ഇത് അതിർത്തി കടന്നു വരുന്നത്? ആരാണ് ഇതിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല? കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, കഴിയും. അത് കുറച്ച് വിശദമായിട്ട് എനിക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യം തുറന്ന് പറയേണ്ടി വരും. അല്ല, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞ ഞാൻ സർവീസിലുണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും ആവട്ടെ, എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേസുമായി ഞാൻ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വലിയ തലങ്ങളിലേക്ക് എത്തുമ്പോൾ ചില നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് തന്നെ ചില ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഇടപെടലുകൾ ഇല്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നൊരു തർക്കം. ഓക്കെ, വളരെ പ്രസക്തമായ ഒരു ചർച്ചയായിരുന്നു. ആ പ്രസക്തമായ ഒരു പോയിന്റിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ മയക്കുമരുന്നാവട്ടെ മറ്റ് കുറ്റകൃത്യങ്ങളാവട്ടെ, ഇതിൽ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ ഇടപെടലുകൾ ഇല്ലാതിരുന്നാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നത്. അടുത്ത ഹോട്ട് പോയിന്റിലൂടെ കാണാം. ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും നന്ദി, നമസ്കാരം.